സ്നേഹമുള്ളവർ, നമ്മൾ എന്തുകൊണ്ടും ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കുറേ കാലങ്ങളായി ജനാധിപത്യപരമായിട്ടല്ലാതെ ഒരു പൊതുയോഗം വിളിച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു സംവിധാനമാണ് നാം കണ്ടുവരുന്നത്. എന്നാൽ മാറ്റം കുറിച്ചുകൊണ്ട് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷണ സമിതിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച 35 പേരെയും നിങ്ങൾ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരിടത്തും പറഞ്ഞാൽ അറിയിക്കാത്ത നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ട്. കാരണം ഇത് ഒരു വലിയൊരു വിജയമാണ്. ഈ വിജയത്തിന് പിന്നിൽ ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും സംരക്ഷണ സമിതിയുടെ നേതൃത്വം കൊടുക്കുവാൻ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ 10-15ഓളം യുവാക്കളുണ്ട്. അവർ സഹിച്ചിട്ടുള്ള ത്യാഗം ചില്ലറയല്ല. അവരെ ജോലികളും ബിസിനസ്സുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ജമാഅത്തിന്റെ പരിപാലനം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ മൈലാപ്പൂർ ജമാഅത്തിന് നിയമാനുസരണം ഒരു നിയമാവലിയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചതും ഈ തരത്തിലൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയെടുക്കുവാനും സാധിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ എതിരില്ലാതെ പ്രതിപക്ഷമില്ലാതെ 35 പേരെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ജമാഅത്തിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കുവാനുണ്ട്. അതിന് നമ്മുടെ സാമ്പത്തികം എത്രയുണ്ടെന്നോ അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങും. അത് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സാമ്പത്തിക സഹായവും എല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മുടെ മൈലാപ്പൂർ ജമാഅത്തിനെ ദീനീപരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഉയരത്തിലെത്തിക്കുവാനും നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.